കോളിഫ്ലവറും ഗ്രീൻ പീസും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ചപ്പാത്തിക്കൊപ്പമായാലും അപ്പത്തിൻ്റെ ഒപ്പമായാലും ചോറിൻ്റെ ഒപ്പമൊക്കെ ആയാലും നല്ലൊരു കറിയാണ് ഈ ഒരു കോളിഫ്ലവർ മസാല. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള കറിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റെസിപ്പിയിലോട്ട് പോവാം. കോളിഫ്ലവറിൽ കീടങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് കോളിഫ്ലവർ ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. കോളിഫ്ലവർ ഞാൻ എടുത്തിരിക്കുന്നത് 350 ഗ്രാമാണ്. 1/2 കപ്പ് നിറയെ വരുന്നുണ്ട് കപ്പിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ കഷ്ണങ്ങളും ആവരുത്, എന്നാൽ ഒരുപാട് ചെറിയ കഷ്ണങ്ങളും ആവരുത്. ഇനി ഈ നുറുക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് കിടക്കട്ടെ. 15 മിനിറ്റിന് ശേഷം കോളിഫ്ലവർ എടുത്തിട്ട് നല്ല വെള്ളത്തിൽ ഒരു വട്ടം കൂടി ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അങ്ങനെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ ആണത്. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദ 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ വേണം തട്ടിയെടുക്കാനായിട്ട്. കൈ കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യരുത്. ഇതേപോലെ തട്ടി തട്ടി വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഉടനെ തന്നെ നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇതേപോലെ ഇട്ട് കൊടുക്കാം. 1, 2 ബാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എണ്ണയുടെ അളവ് ഒന്ന് കുറച്ചിട്ട് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഷാലോ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഈ കോളിഫ്ലവർ ഏകദേശം ഒരു 1/4 വേവെങ്കിലും ആയി കിട്ടണം. അതുവരേക്കാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യേണ്ടത്. ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ മാറ്റി വെക്കാം. ബാക്കിയുള്ള കോളിഫ്ലവറും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈ പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. പട്ട ഒരു ചെറിയ കഷ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഏലക്ക 2 എണ്ണം, പിന്നെ ഒരു ബേ ലീഫും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം സൈസിലുള്ള 2 സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഈ സവാളയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള വഴറ്റിയെടുത്താൽ മതി. ഈ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതേപോലെ തന്നെ ഇതിന്റെ നിറക്കൊന്ന് മാറി വരണം. അതുവരയ്ക്കാണ് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിലാണ് തക്കാളി ഉള്ളത്. ഇതേപോലെ നടുവിലൊന്ന് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 2 ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയുടെ തണ്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വേരിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് എടുക്കേണ്ടത്. അതൊരു ചെറിയൊരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് വേണം അരയ്ക്കാനായിട്ട്. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള കളി സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി.
ഇപ്പൊ ഈ തക്കാളിയിലൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വെളുത്തുള്ളിന്റെയും, ഇഞ്ചിന്റെയും, തക്കാളിന്റെ ഒക്കെ ഒരു പച്ചവാസന പോവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ചു വെക്കാം. ഇപ്പൊ ഈ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നത് വരയ്ക്കാണ് വഴറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ മസാലയ്ക്കൊന്ന് കോളിഫ്ലവറിൽ പുരണ്ട് വരണം. അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മെത്തിയാണ്. 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് കയ്യിലൊന്ന് കശക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പാകത്തിനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഈ കോളിഫ്ലവറിന്റെ വെള്ളത്തിന്റെ അളവും ഏകദേശം ഒരേ ലെവലിൽ തന്നെ ആവണം. ആ ഒരു അളവിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് കോളിഫ്ലവർ വെന്തിട്ടുണ്ടാവും. പിന്നെ 1/4 വേവ് നേരത്തെ തന്നെ ആയതാണ്. ഇനിയിപ്പോ കോളിഫ്ലവറിന് വേവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിച്ചെടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ലൊരു കുറുകിയ ചാറാവുന്നത് വരയ്ക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ഒരു പച്ചമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ കോളിഫ്ലവർ ഗ്രീൻ പീസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചപ്പാത്തിന്റെ ഒപ്പമായാലും ചോറിന്റെ ഒപ്പമായാലും ഇതിന്റെ ഒപ്പമൊക്കെ ആയാലും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനും കൂടിയാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമന്റ് കൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.